ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലത്തിന് ശേഷം എല്ലാവരും കൂടി നിന്നിട്ടുള്ള ഒരു ദിവസമായിരുന്നു. സിസ്റ്ററിൻ്റെ മോളും മക്കളും അതുപോലെ പേരക്കുട്ടിയും സിസ്റ്ററും ലോയും പിന്നെ ഉമ്മയും ഉപ്പയും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. കാരണം സിസ്റ്ററിലോ ഗൾഫിലായിരുന്നു. അതുപോലെ ഞങ്ങൾ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് വരലും എല്ലാവരും ഒത്തുകൂടലും ഒക്കെ ആയിട്ട് കുറച്ച് കാലത്തിന് ശേഷം എല്ലാവരും കൂടി ഒത്തിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാവരും കൂടുമ്പോഴാണല്ലോ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ചിരിയും കളിയും വർത്തമാനവും അങ്ങനെയൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് നല്ലൊരു ദിവസം തന്നതിന് പടച്ചവനെ നന്ദി പറയുകയാണ്. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കലും അതിന് പുറമെ എല്ലാവരും ഒത്തുകൂടലാണല്ലോ ഏറ്റവും വലിയ ഹൈർ എന്ന് പറയുമ്പോൾ. ആ ഹൈറായിരുന്നു ഇന്ന് ഞങ്ങൾ വീട്ടിൽ കേട്ടോ. അതിനിടയിൽ ഒരു സങ്കടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മക്കളെ ഇടയിൽ ബ്രദറിൻ്റെ മോൾക്ക് ഒരു ചെറിയൊരു വയറുവേദനയും ഛർദിയുമായിട്ട് അവളുടെ ഒരു വിഷമം മാത്രമായിരുന്നു ഇന്ന് വീട്ടിലുണ്ടായിരുന്നത്. അതങ്ങനെയാണല്ലോ, എല്ലാ ഫുൾ ഹാപ്പി എന്തായാലും ആർക്കും കിട്ടാറില്ല എല്ലാ വീട്ടിലും അല്ലേ. അപ്പോൾ എന്തായാലും അവൾക്ക് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പോകുന്നു. എന്നാലും അവൾ ഉഷാറല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്കിന്ന് മന്തിയായിരുന്നു കേട്ടോ. എല്ലാവരും ഫുഡ് ഉണ്ടാക്കുമ്പോൾ മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ മന്തി നമ്മളെല്ലാ വീട്ടിലും പല വെറൈറ്റി മന്തികളാണ് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ഇന്നിവിടെ ഒരു വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. സിസ്റ്ററിലോ ആണ് ഉണ്ടാക്കുന്നത്. അവളുടെ കൂടെ ഹെൽപ്പറായിട്ടും വീഡിയോ എടുക്കുന്നൊരു ഹെൽപ്പറായിട്ടും അവളുടെ പിന്നാലെ തന്നെ ഞാനുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, അവളാണ് ഇതിൻ്റെ മുൻകൈയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അവളുടെ മന്തി 2-3 ഐറ്റം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവളുടെ പിന്നാലെ ക്ഷമയോടെ കാത്തിരിക്കണം. അവൾ ഉണ്ടാക്കുന്ന ഫുഡ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് മന്തിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അതിനിടയിൽ ചിക്കൻ പൊരിച്ചതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് തല്ലുകൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു രസമല്ലല്ലോ ജീവിതത്തിൽ. എല്ലാതും വേണ്ടേ, സന്തോഷവും സങ്കടവും തരണം ചെയ്തു പോകുന്നതല്ലേ ജീവിതം. അതങ്ങനെ അതിൻ്റെ വഴിക്കൊക്കെ പോകട്ടെ. എന്നാലും ഇങ്ങനെയുള്ളൊരു ഒത്തുകൂടൽ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല അടിപൊളി ഒരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ മക്കളൊക്കെ ഫുൾ എൻജോയ്മെൻറ്റാണ്. എല്ലാവരും കൂടിയിട്ട് കുറച്ചായിരുന്നു. അപ്പോൾ ഒന്ന് ഇവിടെ ഫുൾ ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ കാര്യങ്ങൾ ഞങ്ങളൊന്നും കാണാൻ പോലും അവരത് കിട്ടുന്നില്ല. അവരുടേതായ ഒരു ലോകത്തായിരുന്നു. ഇപ്പോൾ മക്കൾക്കൊക്കെ വേണ്ടത് അവരുടേതായ വീട്ടിലാവുമ്പോൾ അവർക്ക് ഫുൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ അവരെന്തായാലും ഫോണിലാവും. എല്ലാ മക്കളും എല്ലാ വീട്ടിലും ഫോൺ കാണുന്നതായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ അവർക്ക് ഫോണും വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. ഫുൾ അവരുടേതായ ഒരു കളിയിലായിരുന്നു. എന്തായാലും ഞങ്ങളുടെ മന്തിയൊക്കെ അവിടെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും നേരം 1:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയാളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു ഐറ്റം ഫുഡാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞങ്ങൾ വാഴയിലൊക്കെ വെട്ടി അതിലാണ് ഇന്ന് ഭക്ഷണം കഴിക്കണത് കേട്ടോ. ഇത് നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ വാഴൻ്റെ ഇലയിലൊന്നും കഴിക്കൂലല്ലോ. അതുകൊണ്ട് ഞങ്ങളിന്ന് വാഴയിലായിരുന്നു ഫുഡ് വിളമ്പിയതും കഴിച്ചതും. മക്കൾക്ക് കഴിക്കാത്ത മക്കളും കൂടി വാഴയില കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടമാണല്ലോ അങ്ങനെ കഴിക്കാൻ. അപ്പം അവർക്കും ഒരു രസമായി തോന്നി. അവരും അതിൽ തന്നെ അവരൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.